എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന നിമിഷമാണ് ഇന്നലെ കടന്നുപോയത്. സുനിത വില്യംസ് എന്ന ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വിസ്മയം വെറും 8 ദിവസത്തേക്ക് ഒരു പരീക്ഷണ ദൗത്യമായി ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ പോവുകയും ഏകദേശം 287 ദിവസത്തോളം അവിടെ കഴിച്ചുകൂട്ടിയതിനു ശേഷം തിരികെ ഭൂമിയിൽ എത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ ലോകം മുഴുവൻ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെപ്പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് തോന്നിയതുകൊണ്ട് അത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. സുനിത വില്യംസ് എന്ന ആ ഒരു സ്ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അത്ഭുത പ്രതിഭയിൽ നിന്ന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ സുനിത വില്യംസ് പറഞ്ഞൊരു കോട്ടിങ്സോട് തന്നെ തുടങ്ങാം. ഇന്നലെ ഭൂമിയിൽ എത്തിയതിനു ശേഷം അവർ പറഞ്ഞത്, ബഹിരാകാശ പര്യവേഷണം എൻ്റെ കാഴ്ചപ്പാടിനെ ആകെ മാറ്റിമറിച്ചു. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിർത്തികളെയോ വ്യത്യസ്ത ദേശക്കാരായ ആൾക്കാരെയോ അല്ല കാണാൻ കഴിയുക. അപ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരന്മാരുമാണെന്ന് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് സുനിത വില്യംസ് ഇന്നലെ കുറിച്ച വാക്കുകൾ. 2024 ജൂൺ 7 സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വെറും 8 ദിവസത്തെ പരീക്ഷണ ദൗത്യമായി പോയിട്ട് ബോയിങ് സ്റ്റാർലൈൻ എന്ന പേടകത്തിന്റെ ക്ഷമതാ പരിശോധനയുടെ ഭാഗമായി അവർ പോയതാണ്. പക്ഷേ ആ ഒരു ആസൂത്രണം ചെയ്ത ദൗത്യം പരാജയപ്പെടുകയും തിരികെ വരാൻ പറ്റാതെ അവിടെ കുടുങ്ങിപ്പോവുകയും ആ ഒരു അനിശ്ചിതത്വം കഴിഞ്ഞ് 287 ദിവസത്തിന് ശേഷം 2025 മാർച്ച് 19 ബുധനാഴ്ച അവർക്ക് തിരികെ ഭൂമിയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു. 8 ദിവസം എന്നത് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങി 287 ദിവസമായി മാറിയ ഒരു സ്ത്രീയുടെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രചോദനമാകാൻ അല്ലെങ്കിൽ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ ഇതിലധികം എന്താണ് വേണ്ടത്? ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ബഹിരാകാശ ഗവേഷണ നിലയത്തിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ പുറത്തു നിന്നും ഭൂമിയെ നോക്കിക്കണ്ട ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ പറഞ്ഞത്, ഇവിടെ വ്യത്യസ്ത ദേശക്കാരായ ആൾക്കാരെയോ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെയോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല, വെറും മനുഷ്യരെയാണ് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് അവർക്ക് അവരുടെ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിൽ പവർ കൊണ്ട്, അവരുടെ കഴിവുകൾ കൊണ്ട്, അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എത്ര ഉയരത്തിലെത്താൻ സാധിക്കും എന്നുള്ളതിന് ഇതിനപ്പുറം നമുക്ക് അഭിമാനിക്കാൻ മറ്റൊന്നും വേണ്ട എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. അപ്പോൾ അതിൽ നിന്നും സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം അഡാപ്റ്റബിലിറ്റി എന്നുള്ളതാണ്. അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, വെള്ളം പോലെ അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് നമ്മൾ ഏതൊരു പാത്രത്തിൽ എടുത്താലും വെള്ളത്തിന് ആ രൂപത്തിലാകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതായത് വളരെയധികം കാമാണ്, അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കത് എടുത്തു വെക്കാം. പക്ഷെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തടുത്തു നിർത്താനാവില്ല, അല്ലെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആകണം ഓരോ സ്ത്രീയും എന്നുള്ളതാണ്. അവർക്ക് പരിമിതികൾ എന്നൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ അംബീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ലൈഫ് ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഉള്ള ഒരു ഗട്ട്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ സ്ത്രീകളും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തായിരുന്നാലും, എത്ര വലിയ സ്വപ്നങ്ങളായാലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് നേടുന്നത് വരെ തളരാതെ പോരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ നേടുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ അറിവ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലേണിംഗ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ പാഠങ്ങൾ, അത് ഏത് വ്യക്തികളിൽ നിന്നായാലും ഒരു കൊച്ചു കുഞ്ഞിൽ നിന്നായാൽ പോലും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ കഴിയും, അതിനുവേണ്ടി എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഏറ്റവും പ്രധാനം, നമ്മൾ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് അല്ലെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾക്ക് എത്ര പവർ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ എത്രത്തോളം നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എവിടെയായാലും തുറന്നു പറയുക. ആരോടായാലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണ്, അത് റോങ് ആണ് എന്ന് പറയുന്നതിനുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോ പറയേണ്ടടുത്ത് സ്ട്രോങ് ആയി നോ പറയാൻ പഠിക്കുക. അത് അങ്ങനെ ഒരു ശീലമില്ലാത്തവരാണെങ്കിൽ നമുക്ക് തുടക്കത്തിലെ ബുദ്ധിമുട്ട് കാണുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നിട്ട് ഏതൊരു കാര്യമായാലും നമുക്ക് അത് തെറ്റാണ് എന്ന് നമ്മൾ പറയാൻ ഒരു പ്രാവശ്യം ഒരു ഗട്ട്സ് കാണിച്ചാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ധൈര്യം വന്നോളും എന്നുള്ളതാണ്. അത് നമ്മൾ മാക്സിമം അങ്ങനെ ഒരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഒരിക്കലും പരാജയപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുതിയത് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക.
റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ റിസ്ക് എടുക്കാതെയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സേഫ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് പോകാൻ കഴിയുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നതും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, പരാജയങ്ങളെ ഒരിക്കലും പേടിക്കാതിരിക്കുക. പരാജയപ്പെട്ടതിന് ശേഷം നിങ്ങൾ വയ്ക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്നുള്ളതാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ ഒരു പരാജയത്തിൽ തോറ്റുപോയിട്ട് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചാൽ അതോടെ കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്, എവിടെയാണ് എനിക്കൊരു വീഴ്ച വന്നത്, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ആ പരാജയത്തെ വിജയം ആക്കി മാറ്റാൻ പറ്റും, എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പരാജയത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പുതിയ പാഠങ്ങൾ പഠിക്കുക. വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിനെ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക. അപ്പോൾ എല്ലാ സ്ത്രീകളെയും പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് വരുന്ന പരാജയങ്ങളിൽ തളർന്നിരിക്കാതെ നമുക്കതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. അതിനുവേണ്ടി നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്നൊരു പ്രോവർബ് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ എപ്പോഴായാലും നമുക്ക് അതിൻ്റെ പകരം നമുക്ക് നല്ലതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ, അല്ലെങ്കിൽ വിജയം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സെൽഫ് സഫിഷ്യൻ്റ് ആവുക ഫിനാൻഷ്യലി എന്നുള്ളത്. അച്ഛനോ സഹോദരനോ ഹസ്ബൻഡോ കാര്യങ്ങൾ ചെയ്തു തരാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഉള്ളത് ഏറ്റവും ബെറ്റർ തന്നെയാണ്. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു സ്ത്രീക്ക് ഏറ്റവും വാല്യൂ കിട്ടുന്നത് അവൾ സാമ്പത്തികമായി ഒരു ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആകുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി അത് മനസ്സിലാക്കുക. അതിനുവേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എപ്പോഴും ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, അത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, ഒരു ചെറിയൊരു ഏർണിങ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലൈഫിലെ ബന്ധങ്ങളിൽ എന്നും എപ്പോഴും വളരെയധികം സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ്. ഹോണസ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഇപ്പോൾ ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ കൊളീഗ്സോ ആരായിരുന്നാലും ആരോടോ ആയിക്കോട്ടെ, ഓൾവേസ് ബി റിയൽ ആസ് യു ആർ എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ എപ്പോഴും റിയൽ ആയിട്ട് വളരെ സത്യസന്ധമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും കള്ളം പറയാതിരിക്കുക. കള്ളത്തെ കൂട്ടുപിടിച്ചൊരു കാര്യം നമുക്ക് തൽക്കാലം നേടിയെടുക്കാൻ കഴിഞ്ഞാലും അത് ലൈഫ് ലോങ് നമ്മളെ കൂടെ നിൽക്കില്ല, അല്ലെങ്കിൽ അത് വീണ്ടും അതിനുവേണ്ടി നമുക്ക് ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും, ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക, കള്ളങ്ങൾ ചെയ്യാതിരിക്കുക, എപ്പോഴും അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഓൾവേസ് ബി ബിസി എന്നുള്ളതാണ്, അല്ലെങ്കിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എൻ്റെ ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ മതി, ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ എണീക്കുന്നതിന്, ഫുഡ് കഴിക്കുന്നതിന്, കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും ഒരു പ്രോപ്പറായിട്ട് ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നിർബന്ധമായും അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എത്ര സമയമാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് അതിനു വേണ്ടി പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സുനിത വില്യംസിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. എന്ന് ഭൂമിയിലേക്ക് എത്തും എന്നുള്ള ഒരു അനിശ്ചിതത്വമായിരുന്നു അവിടെ. അല്ലെങ്കിൽ അതിനിടയിലും അവർ കാത്തു സൂക്ഷിച്ച ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ മനക്കരുത്ത്, അനുഭവജ്ഞാനം, ശുഭാപ്തി വിശ്വാസം, ഇതൊക്കെ ഓരോ സ്ത്രീകൾക്കും കണ്ടു പഠിക്കേണ്ട പാഠങ്ങളാണ്. കാരണം ഈ ഒരു അരക്ഷിതാവസ്ഥയിലും ഏകദേശം 150ഓളം ശാസ്ത്ര സാങ്കേതിക പരീക്ഷണങ്ങൾക്കാണ് സുനിത അവിടെ സ്പേസിൽ, അല്ലെങ്കിൽ ആ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ നേതൃത്വം നൽകിയത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റോബോട്ടിക്സ്, മെറ്റീരിയൽ സയൻസ്, സൂക്ഷ്മാണുക്കളുടെ വളർച്ച, അതിൻ്റെ സാന്നിധ്യം, ബഹിരാകാശത്ത് മനുഷ്യനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മരുന്നുകളോട് മനുഷ്യർ എങ്ങനെയാണ് ആ ഒരു ശൂന്യാകാശത്തിൽ അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർ ഇതുപോലുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കി എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഏകദേശം 5 മണിക്കൂർ 26 മിനിറ്റും ചെലവഴിച്ച് അവിടെ ഒരു സ്പേസ് വാക്കും അവർ നടത്തി. അതും വളരെ റെക്കോർഡാണ്. ഒരു സ്ത്രീക്ക് ഇത്രയധികം മനസാന്നിധ്യത്തോടെ അല്ലെങ്കിൽ വളരെയധികം ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഓരോ സ്ത്രീകൾക്കും ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളിതിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത്. സ്ത്രീകൾ ഒരിക്കലും വില കുറഞ്ഞവരല്ല, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്തേണ്ടവരല്ല, അല്ലെങ്കിൽ രണ്ടാം തരക്കാരിയല്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സുനിത വില്യംസ് എന്ന ഒരു വിസ്മയം, അല്ലെങ്കിൽ ആ ഒരു അത്ഭുത പ്രതിഭ. അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാനും അവസരങ്ങൾ ആക്കി മാറ്റാനുമുള്ള സുനിതയുടെ അസാധാരണമായ ഒരു കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്.
പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് അത് വിജയത്തിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഒരുപാട് പുതിയ പുതിയ പാഠങ്ങൾ ആണ് സുനിത വില്യംസ് എന്നൊരു സ്ത്രീ നൽകുന്നത്. അപ്പോൾ ഇത്രയും ശാസ്ത്രത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു കാര്യം എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ വെറുതെ പത്രത്തിലും ന്യൂസിലും ഒക്കെ കണ്ടുപോകുന്ന ഒരു സാധാരണ ഒരു ന്യൂസ് എന്നതിനപ്പുറം ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ഒരു സ്ത്രീക്കായാലും എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുന്നതെന്ന് വളരെ സശ്രദ്ധം അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. അത് നമുക്ക് തരുന്ന ഏറ്റവും വിലപ്പെട്ട പാഠങ്ങളാണ്. ആ പാഠത്തിൽ നിന്ന് നമ്മുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നമ്മുടെ ലൈഫിലും ഒരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ഇതാവട്ടെ ആ ഒരു തുടക്കത്തിൻ്റെ നിമിഷം എന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീകളോടും ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതാണ് എനിക്ക് നൽകാനുള്ള ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.